ഇതേണ്ടേ ശേഷമൊക്കെ സുഖല്ലേ? വേസ്റ്റാ. പൈനാപ്പിളൊക്കെ എന്താ പറയാ? പൈനാപ്പിള് 40. ഓറഞ്ച് പഴുത്തില്ലല്ലോ. കൊടക. ഞാൻ വിചാരിച്ചു കടുകായിരിക്കും. ഇവിടെ ഇത് മൊസമ്പി അല്ലേ? ലോട്ടറിയാണോ? ഇതൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഓ, പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. എന്നാ നടക്കാനിറങ്ങിയതാ. അപ്പം അങ്ങനെ എന്താ പേര്? മൈക്കി പറ. വിജേഷ്. എന്താണ് പാർട്ടി? ഏത് പാർട്ടിയാ? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണോ? അല്ല. ഈ കൂടുതൽ സ്ഥാനാർത്ഥി ഉണ്ടോ? അതെ, സ്ഥാനാർത്ഥിയാണ്. പേര് ഷൈജൻ. മുടിയൊക്കെ പോയില്ല. പോയിട്ടുണ്ട്. ഒരു വിഗൊക്കെ വെക്കായിരുന്നില്ലേ സ്ഥാനാർത്ഥിയായിട്ട്? ഫ്ലെക്സ് ഒക്കെ അടിക്കുമ്പോ. അല്ല, സ്ഥാനാർത്ഥി നയത്തിനല്ലേ വോട്ട്? അതാണ്, അല്ലാതെ വ്യക്തിക്കല്ലല്ലോ വോട്ട്. വ്യക്തികൾക്ക് നോക്കിയിട്ടാണ് ഇപ്പൊ വോട്ടൊക്കെ ചെയ്യണം. ഇപ്പൊ അങ്ങനെയല്ല. തലശ്ശേരിയിലെ ജനങ്ങൾ പൊതുവില് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ജനങ്ങളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ നയം അംഗീകരിക്കുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് വ്യക്തിയെ ആദ്യമായിട്ടാണ് മത്സരിക്കണേ. ഇത് രണ്ടാം തവണ. ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ച് ജയിച്ചിരുന്നോ? ആദ്യത്തെ തവണ പരാജയപ്പെട്ടു. ഇത് രണ്ടാം അംഗത്തിൽ നമ്മൾ വിജയിക്കും. ആണ്, ഉറപ്പാണ്. നമ്മുടെ പേരെന്താ? സുരേഷ്. ഏത് പാർട്ടിയാ? NCP. പ്രാവശ്യം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അല്ലേ? നിങ്ങളുടെ ചിഹ്നം ബൾബാ അല്ല? ക്ലോക്ക് അല്ലേ? എങ്ങനെയുണ്ട് പാർട്ടിക്ക് ഇവിടെ? നല്ല പേരോട്ടുണ്ടോ? നമ്മളെ പാർട്ടിയിൽ മോശമില്ലാത്ത പേരോട്ട്. നമുക്ക് സ്ഥാനാർത്ഥികളുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഇവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. നല്ല ഭൂരിപക്ഷം കിട്ടും. ഉറപ്പാണ്. നമ്മളൊക്കെ CPM. ഇത് കോൺഗ്രസ് ആണോ? BJP. കഥരണ്ടുകൊണ്ട് ചോദിച്ചാണേ. നേരത്തെ കോൺഗ്രസിലായിരുന്നോ? അല്ല. പേരെന്താണ്? ഹരിദാസ്. ഇവിടെ BJP എങ്ങനെ? SNDP-കാരൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി? SNDP-യുടെ ഇപ്രാവശ്യം പരിപൂർണ്ണ സപ്പോർട്ടുണ്ട്. CPM കുറെ ആൾക്കാർ CPM എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എല്ലാവരും സ്വീകരിക്കണം. മുഴുവൻ ആളെ സ്വീകരിക്കും. പിന്നെ ഇവിടെ കോൺഗ്രസ് KPCC മെമ്പറാണ് ബി ബാലൻ. മത്സരിക്കണ്ടോ? ഞങ്ങൾ സ്ഥാനാർത്ഥികളുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ മുന്നണി പിന്തുണയ്ക്കാണ്. അത് ശരി. ഘടകകക്ഷിയാണ്. എൻ്റെ പേര് സത്യൻ. ജനതാദളത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതെ. മാത്യു ടി തോമസ് LDF-ന്റെ കൂടെയുള്ളതാണ്. LDF-ന്റെ വേണ്ടി. അതെ, നേരത്തെ പൊള്ളുന്നു. നമ്മുടെ എൻ്റെ പേര് അബ്ദുൽ അസീസ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി SDPI-യുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മെമ്പറാണ്. SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തി അത് ആരെങ്കിലും പിന്തുണയ്ക്കണ്ട? മത്സരിക്കണ്ടേ? നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ നയം? എന്താണ് നിലവിലുള്ള ഈ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ തലശ്ശേരിയിലെ ജനങ്ങൾ ജനപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് മത്സരിക്കുന്നത്. നിലവിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ തലശ്ശേരിയുടെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാം. നമ്മുടെ പേര് സാജിദ്. ഒരു മിനിറ്റ്, ഇവിടെ ആരാണ് വിളിക്കുന്നുണ്ട്? വീട്ടിൽ നിന്നായിരിക്കുള്ളൂ. ഹലോ, നമ്മളിവിടെ തലശ്ശേരിയിൽ നമ്മുടെ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം, പിന്നെ വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ സിറ്റിംഗ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആരെങ്കിലും ഒരാൾ സംസാരിക്കും? കോൺഗ്രസ്. ജനാർദ്ദനൻ. അപ്പോൾ നമ്മളാണ് നഗരസഭ ഭരിക്കുന്നത്? അല്ല, LDF ആണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഭരണം അങ്ങനെയുണ്ട്? 20 വർഷമായി തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തലശ്ശേരി ഭരിക്കുന്നത്. അതെ, അങ്ങനെയുണ്ട്. നല്ല ഭരണമാണ്. തവണ അതിൻ്റെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. എന്തുകൊണ്ട് മാറണം? നിലവിലുള്ള ഭരണം കൊണ്ട് തലശ്ശേരിയിലെ ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഭരിക്കുന്ന നഗരസഭകളിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കാണും. കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവരും. നമ്മളാ CPM ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട? അതായത് നിങ്ങളുടെ മെമ്പർ ഇവിടെ നിന്ന് ജയിച്ചു പോയ ആൾക്കാർ ചെയ്തിട്ടുള്ള 2 വികസനം പറ. തലശ്ശേരിയിലെ വികസന പ്രവർത്തനത്തിൽ പ്രധാനം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം തലശ്ശേരിക്ക് മാതൃകയാണ്. 32 ടൺ മാലിന്യം ഒരു ദിവസം തലശ്ശേരിയിൽ നിന്ന് ശേഖരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഡംപ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ സമ്പൂർണ്ണമായി ആ 32 ടൺ മാലിന്യം ശേഖരിക്കുന്ന സംവിധാനം അവസാനിപ്പിച്ചു.
വീടുകളിൽ തന്നെ ബോധവൽക്കരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിച്ച് പോകുന്ന ഒരു കേരളത്തിൽ തന്നെ അപൂർവമായ ഒരു മാതൃക തലശ്ശേരി നഗരസഭ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ രണ്ടാമത്തെ അതോടൊപ്പം തന്നെ തലശ്ശേരിയിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ നിരവധിയായ ഇന്റർലോക്ക് സംവിധാനം, മെക്കാഡം ടാറിംഗ്, അതേപോലെ തന്നെ നേരത്തെ തലശ്ശേരി നഗരസഭയുടെ ഭാഗമായി അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുമ്പോൾ പാശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, നല്ല സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിനകത്ത് അത് കോൺക്രീറ്റ് യാർഡ് ചെയ്തു. അതേപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ച് യാത്രാ സൗകര്യം കോൺഗ്രസ് എവിടെ? ശൈലം പറഞ്ഞത് 100% തെറ്റും അസംബന്ധവുമാണ്. എന്താണ്? തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മാലിന്യം കഴിഞ്ഞ 1-2 വർഷമായി നീക്കം ചെയ്യാറേ ഇല്ല. അത് വീടുകളിൽ സംസ്കരിക്കുന്നത് അല്ല, വീടുകളിലുള്ള മാലിന്യങ്ങൾ പോലും തലശ്ശേരിയുടെ വഴിവക്കുകളിലാണ് കൊണ്ടുപോയി ഇടുന്നത്. മാലിന്യ സംസ്കരണ പരിപാടികൾ 1000-ഓളം പൊതുജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് 1000-ഓളം ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുകയും അതിൽ എത്ര എണ്ണം ഇപ്പം പ്രവർത്തനമായ കിടക്കാണ്, 100% പ്രവർത്തനരഹിതമായി കിടക്കാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലങ്ങളായിട്ട് 20 വർഷമായിട്ടും അതിന് മുമ്പേയുള്ള വർഷങ്ങളിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിച്ചിട്ടും ഒരു സഹകരണ മുന്നണിയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതിൽ വർഗീയം പറഞ്ഞു വന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPക്ക് പോലും ഒരു തരത്തിലുള്ള മാറ്റവും തലശ്ശേരിയിൽ ഉണ്ടാക്കാൻ. ചേട്ടാ ഓട്ടോ ഓടിക്കുന്ന ആളല്ലേ, എങ്ങനെയുണ്ട്? ഗട്ടറൊക്കെ ഉണ്ടോ? ഗട്ടർ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ലോക്കൽ സ്ട്രീറ്റിൽ മാത്രമുള്ള ചെറിയൊരു ഗട്ടർ മാത്രമേ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എല്ലാ റോഡൊക്കെ നല്ലതാണോ? കൗൺസിലർമാർ എൻ്റെ വണ്ടിയിൽ വന്ന് സൗജന്യമായിട്ട് ഓടാം. ഓർ കേടുന്നുള്ള ശരീരത്തിന്റെ വേദനകൾ വരുന്നതെന്ന് ഓർ യാത്ര ചെയ്യുമ്പോൾ തിരിയും. ഗർഭിണികളൊക്കെ പോയ പ്രസവിക്കോ? സുഖമായിട്ട് പ്രസവിക്കും. ഈ നഗരസഭ പ്രായം കൊണ്ട് വലുതാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ വളരെ ചെറുതാണ്. തുടർച്ചയായിട്ട് 27 വർഷമായി LDF ഭരിക്കുക. ഇവിടുത്തെ MLA ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളാണ്. MP ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളാണ്. ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. സമ്പൂർണ്ണ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ നഗരം വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിലാണ് എന്ന് പറയാൻ ഏക കാരണം ഇപ്പം പറഞ്ഞ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ മാലിന്യം കൂട്ടി വെക്കുന്നത് എവിടെയാണല്ലോ ഡംപ് ചെയ്യുന്ന നഗരസഭ. ഈ നഗരത്തിന്റെ ഏറ്റവും ആർട്ടായ ബസ് സ്റ്റാൻഡ് തൊട്ടാണ് മാലിന്യ സംസ്കരണമാണ് വലിച്ചെറിയുന്നത്. അവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന മാലിന്യം അവിടെ പ്ലാന്റുകളില്ല. ഈ ഇത്രയും വർഷം പഴക്കം ചെന്ന നഗരസഭയിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റും ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. ചോദിക്കട്ടെ, ഒരാൾ മാത്രം സംസാരിക്കല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയം തീർച്ചയായും കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെ ജനങ്ങളാകെ ചിന്തിക്കുകയാണ്. എന്താഹാരം കഴിക്കണമെന്ന് പോലും നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കേന്ദ്രത്തിലെ ഗവൺമെൻറ് മാറുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിഞ്ചു കുട്ടികളെ പോലും ചുട്ടരിക്കുന്ന നിലയിലേക്ക് കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, സംഘപരിവാര ശക്തികൾ പശു ഇറച്ചി കഴിച്ചു എന്നതിൻ്റെ പേരിൽ മനുഷ്യരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഹരിയാനയിൽ ഉൾപ്പെടെ ചുട്ടരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. തീർച്ചയായും തലശ്ശേരി എന്ന് പറയുന്നത് മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജനവിഭാഗങ്ങളാണ്. എല്ലാ മതങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് തലശ്ശേരിയിലെ ജനങ്ങൾ. അതുകൊണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയം മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിജയിപ്പിക്കുക, അതിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചേട്ടൻ എന്താ പറയാനുള്ളത്? തലശ്ശേരിയില് കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ഈ നാട് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ അറിയപ്പെടുന്നത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാനെന്ന് പറയുന്നത്. ഈ തലശ്ശേരിയിൽ CPM, ഉത്തർപ്രദേശ് പറയുന്നുണ്ട്, ഹിമാചൽ പ്രദേശ് പറയുന്ന എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. ഇവിടെ 100 കണക്കിന് ആളുകളെ കൊല്ലുകയും കൈകാലുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അതിനൊരു ദുരിതം അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ തലശ്ശേരിയിൽ. വെട്ടുകൊണ്ടതാണ് തലശ്ശേരിയിലെ പട്ടണത്തിൽ വെച്ചിട്ട് അത് മൃഗീയപരമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്ന ഒരു ഈശ്വരന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കണ്ണൂർ ജില്ലയെ സമാധാനം കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് ഭരിക്കുന്ന കക്ഷികളായി കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരായി കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടിയുടെ 4 വർഷത്തെ ഭരണത്തിനിടയിൽ 28 CPIM പ്രവർത്തകർ ഇവിടെ കൊല ചെയ്യപ്പെട്ടു. ഈ കേരളത്തിൽ മലപ്പുറത്ത് ഇരട്ട സഹോദരങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇടുക്കിയും വയനാട് ഒഴികെയുള്ള കേരളത്തിലെ 12 ജില്ലകളിലും കൊലപാതകങ്ങൾ നടന്നു. അതിൽ 17 CPM പ്രവർത്തകരെ കൊല ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ RSSും BJPയും. ഈ 4 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ പേറേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനം ഈ കേരളത്തിലെ CPM ആണ്. പുള്ളിയെ എന്തിനാണ് ആക്രമിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്.
ഇദ്ദേഹത്തിന്റെ ഈ സുമേഷ് എന്ന് പറയുന്നത് ഈ തലശ്ശേരിക്കകത്ത് 3 കൊലക്കേസിനകത്ത് പ്രതിയായിട്ടുള്ള കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുള്ള ആളാണ്. 3 കേസും ഇല്ല, അങ്ങനത്തെ ഒരു കേസും ഇല്ല. എല്ലാ കേസിലും വെറുതെ വിട്ടിരിക്കുന്നത് ഇതാണ്. തലശ്ശേരി സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ തലശ്ശേരിയിലെ സംഘർഷം ഞാൻ പറഞ്ഞിരിക്കുന്ന തലശ്ശേരിയിലേക്ക് സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം സമാധാന ഭരണമാണ് ഇവിടെ ഞാൻ CPM എന്ന് പറഞ്ഞില്ലേ, ഞാനൊക്കെ CPM എന്നല്ല പറയുന്നത്. ഇവിടെ ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ട്. അല്ല ഇവിടെ ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ട്. വ്യക്തിപരമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ രാഷ്ട്രീയമാണ്, പൊതുരാഷ്ട്രീയമാണ്, ദേശീയ രാഷ്ട്രീയമാണ്, നമ്മുടെ നാടിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ, അല്ലെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്കാണ് ഇവിടെ ചർച്ച വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ തലശ്ശേരിയുടെ ചരിത്രങ്ങളെ നമുക്കറിയാം. വലിയ ചരിത്രമുണ്ട്. ഈ വർഗീയ സംഘർഷങ്ങൾക്കും വർഗീയ കലാപങ്ങളും ഉണ്ടായ നാടാണ് തലശ്ശേരി. അതുകൊണ്ട് ആ ചരിത്രങ്ങളിലേക്കൊന്നും തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകണ്ട. അല്ലെങ്കിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്, ഇത്തരത്തിൽ സുമേഷ് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളത് കാസർഗോഡുള്ള ഫഹദ് എന്ന് പറയുന്ന കൊച്ചു വിദ്യാർത്ഥിയാണ്. 5 വയസ്സുകാരനായ ഫഹദിനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. RSSകാരെ കൊലപ്പെടുത്തിയ ഫഹദ് എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞ്. ഒരു കാര്യം ഷൈജനും ഇവരൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഈ തലശ്ശേരി നഗരത്തിൽ നിന്ന് 2 പേരെ നാട് കടത്തിയിട്ടുണ്ട്. CBI നാട് കടത്തിയതാണ്. 2 കാരായിമാരാ. സ്വാഭാവികമായൊരു ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പെരുന്നാൾ ദിവസം കൊലപ്പെടുത്തി. എന്തിൻ്റെ പേരിൽ? ഇവിടെ വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഹിന്ദുവും മുസൽമാനെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. അത് വ്യക്തമായി തെളിഞ്ഞതിൻ്റെ പേരിലാണ് 2 പേരെ നാട് കടത്തിയത്. ആ 2 പേരെ ജനങ്ങളിടയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ജനശക്തി ഇവരെ പിന്നിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇവർ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കുന്നത്. ഈ സമാധാനകാംക്ഷികളായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തലശ്ശേരിയിലെ നിഷ്പക്ഷമതികളായ സമാധാനകാംക്ഷികളായ തലശ്ശേരിയുടെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളോട് വെല്ലുവിളിയാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട ആളുകളെ ഈ കൊണ്ടുപോയി നിർത്തി ഈ ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നാളെ 1 കൊല ചെയ്താൽ നീ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, 2 കൊല ചെയ്താൽ നീ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക, 3 കൊല ചെയ്താൽ നീ എന്നെ MLA ആക്കുക എന്നൊരു സന്ദേശമാണ് CPM കൊടുക്കുന്നത്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. തലശ്ശേരിയിലെ നിഷ്പക്ഷ വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഇത് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫസലിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹരിദാസൻ സൂചിപ്പിച്ചു. ഇത് പറയാൻ അവസരം തരണം. വികസന കാര്യങ്ങൾ ഈ പറഞ്ഞതിനും കാരായുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞാലേ അടുത്ത കാര്യത്തിലേക്ക് പറയാൻ കഴിയും. അതെ അതെ, വികസനം പറയാം. ഒരു കാര്യം എല്ലാവരോടും ഒരുമിച്ച് സംസാരിച്ചാൽ ഞാനെന്ത് ചെയ്യും? ഇവിടെ ഫസൽ വധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ ഹരിദാസ് സൂചിപ്പിച്ചു. ഇതിന് മറുപടി ആദ്യം പറയാം. അത് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ കഴിയും. ഫസലിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ നമ്മുടെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അന്ന് തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാ ശക്തികളും ചേർന്നുകൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ പാപഭാരം നമ്മുടെ പ്രസ്ഥാനത്തിലും അത് നേതാക്കന്മാരെയും കെട്ടിവെക്കാൻ വളരെ ബോധപൂർവം ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണല്ലോ കേസ്. ജാമ്യം ലഭിച്ചിട്ടും 3 വർഷത്തിലേറെയായി സ്വന്തം നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നിലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഭരണകൂടത്തിന് ഇടപെടലാണ്. ഇപ്പോൾ ഈ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ നീതിന്യായ കോടതികളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അതോടൊപ്പം നിരപരാധിത്വം തെളിയിക്കുന്നതിന് കൂടി തന്നെയാണ് ഈ നാട്ടിൽ അവർക്കിടയിലുള്ള അവരുടെ പ്രസ്ഥാനത്തിനും അവർക്കുമുള്ള വിശ്വാസം തെളിയിക്കത്തക്ക നിലയിൽ തന്നെ തലശ്ശേരിയിലെ ചിള്ളക്കര വാർഡിലെ ജനവിധി മാറും. പറയട്ടെ, പാട്യം ഡിവിഷനിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കാര്യവും അവിടെ തെളിയിക്കപ്പെടും. പിന്നെ അതിലെ പറയാം, തലശ്ശേരിയിൽ നിങ്ങൾ കാണേണ്ടത് തലശ്ശേരിയിലെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ UK കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ്. പറയട്ടെ സുഹൃത്തെ,
മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ ജീവൻ പോലും കൊടുക്കേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM. അതിന്റെ പ്രവർത്തകന്മാരെ തേജോവധം ചെയ്യാനാണ് ഈ കള്ളക്കേസുകൾ മെഞ്ഞിട്ടുള്ളത്. അതിന്റെ വാർത്തകളെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നീതിപീഠങ്ങളിൽ നിന്ന്. കോൺഗ്രസിന് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. തലശ്ശേരിയുടെ പുരോഗതി ഏറ്റവും കൂടുതൽ തടസ്സമായി തീർന്നത് സംഘർഷവും സംഘടനവും കൊലപാതകവുമാണ്. ഈ സംഭവത്തിൽ RSSന്റെ പക്ഷവും CPMന്റെ പക്ഷവും തുല്യ കുറ്റക്കാരാണ്. ലീഗും കോൺഗ്രസ്സുകാരും തലശ്ശേരിയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും കോൺഗ്രസും ലീഗിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കിപ്പോ ഒരു ക്ലീൻ ഇമേജാണ് ഇവിടെ ഉള്ളത്. ഇവിടെ യാതൊരു സംഘർഷത്തിന്റെയും ഭാഗമല്ല കോൺഗ്രസ്. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിലോ കൊലപാതകത്തിലോ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളിയല്ല എന്ന് സംസാരിക്കട്ടെ. പിന്നെ ജനങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടണമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയം ഷൈജൻ സൂചിപ്പിച്ച് ഈ വർഗീയ ഫാസിസം പോലെ തന്നെ കേരളത്തിലെ ഈ സോഷ്യൽ ഫാസിസവും അപകടമാണ്. ഇനിയുള്ള ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് തലശ്ശേരിയുടെ വികസനം? നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന 2 വികസനങ്ങൾ എന്താണ് പ്രധാനമായിട്ടുള്ള? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് നഗരസഭയുടെ അതിർത്തിയിലുള്ള വികസനം മാത്രമല്ല, ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ 4.5 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാരിനെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. ഇവിടെ അഴിമതിയും വിലക്കയറ്റവും അതുപോലെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭരണത്തിൽ അതൊന്നുകൂടി പറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം ശക്തികൾക്കെതിരെ വിധിയെഴുത്താണ് ഈ അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ചേട്ടാ നമുക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കണം. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ബോംബ് ഇട്ടത്, പിന്നെ അടിയന്തരാവസ്ഥയിൽ പന്തക്ക പാർക്ക് സഖാബ് വീഡിയോ ഇറക്കുന്ന കൊളങ്ങിലോത്തി രാഘവനെയാണ് കൊന്നത്. അന്നാണ് ബോംബ് അന്ന് ഇവിടുത്തെ കുട്ടികൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതിനെപ്പറ്റി അറിയില്ല. ബോംബെന്നാണ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾക്കറിയില്ല അത് ബോളാണ്. പക്ഷേ കൺമുമ്പിലിട്ടിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ അന്ന് ഇൻക്ലാബ് സിന്താബ് വിളിച്ച കൊളങ്ങിലോത്തി രാഘവനെ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ടാവില്ല. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വല്ല വികസനവും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന സമയത്ത് മാത്രമേ. അത് ഇവിടെയുള്ള കച്ചവടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത? രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഒരു സാധാരണക്കാരുടെ ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞു കാണുന്നില്ല. അതാണ് സാധാരണക്കാരുടെ പ്രശ്നമൊന്നും നിങ്ങൾ സംസാരിച്ചില്ല എന്നാണ്. കാരണം ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഇങ്ങനെ വിധവാ പെൻഷൻ, വാർദ്ധക്യകാല എല്ലാ പെൻഷനും ഇപ്പം ജനങ്ങൾ സാധാരണ പോസ്റ്റ് ഓഫീസിൽ വീട്ടിലെത്തിച്ചു കൊടുക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ജനങ്ങൾക്ക് ഒരു വാർദ്ധക്യകാലം, ഒരു വിധവ, ഒരു വികലാംഗൻ കിടന്നാണ്ട് കണിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിന് മുകളിൽ പോകണം ആ പൈസ മേടിക്കാൻ. ഒരു രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും സാധാരണ ജനങ്ങൾക്ക് അത് ഒരു വികലാംഗൻ കിടക്കുമ്പോൾ ആ പൈസ അയാൾക്ക് കിട്ടുന്നില്ല. അതിനാരാ ഉത്തരവാദി? അതായത് ഒരു വികലാംഗന് ഒരു വാർദ്ധക്യകാല പെൻഷൻ കിട്ടണമെന്ന്, അല്ലെങ്കിൽ ഒരു വൃദ്ധയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്ന UDF സർക്കാരിന്റെ തലതിരിഞ്ഞ നയമാണ് ഈ പ്രശ്നത്തിന് അടിസ്ഥാനം. ആധാർ അടിസ്ഥാനമാക്കിയത് ആരാണ്? കേന്ദ്ര സർക്കാർ. അപ്പൊ കേരള സർക്കാരിനെ പറഞ്ഞിട്ട് കേരള സർക്കാരും കൂടി ഇതിൽ ഭാഗമാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വീതം കൊടുക്കേണ്ടത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പോസ്റ്റ്മാൻ വന്ന് വീട്ടിൽ പെൻഷൻ കൊടുക്കും. അതല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല മാറ്റം വന്നിട്ടൊന്നുമില്ല. ഒരു മാറ്റവും സംവിധാനവും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു സംവിധാനവുമായിട്ടില്ല. ഇപ്പോൾ ആ പെൻഷന്റെ ആ സംവിധാനം തന്നെയാണ് തലശ്ശേരി നഗരസഭ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിന്റെ ബുക്ക് ഞാൻ കൊണ്ടു കൊടുത്തതാണ്. ഈ പുസ്തകം പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് എടുത്ത് പുസ്തകം ഞാൻ കൊണ്ടു കൊടുത്തതാണ്. അതിൽ തലശ്ശേരി നഗരസഭയിൽ ഒരു മാറ്റവും വരുന്നിട്ടില്ല. പോസ്റ്റ്മാൻ വീട്ടിലെത്തിക്കുന്ന സംവിധാനം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം നഗരസഭ ഇപ്പം വേറൊരു കാര്യം, നഗരസഭയിൽ ഭയങ്കര അടിസ്ഥാന വികസനം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ഇവിടെയുള്ള 10-15 ആളുകളാണ് LDFന്റെ ബന്ധുപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ ഇതേ പറയുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, മീഡിയ ഞങ്ങളൊന്നും വരണ്ട, ഒരു രാഷ്ട്രീയക്കാരെ കൂട്ടണ്ട, ഒന്ന് നഗരത്തിൽ പ്രദർശനം ചെയ്ത് എല്ലാ സാധാരണക്കാരനോട് ചോദിച്ചു നോക്ക്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റോഡുകളാണ്, ഒരു അടി ഭീതി വെപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും നാഷണൽ ഹൈവേ 1 വേ ആയിട്ടുള്ള ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് തലശ്ശേരി നഗരസഭയിലുള്ളൂ. 1 വേ ആണ് നാഷണൽ ഹൈവേ, വേറെ ഒരു സ്ഥലത്തും കാണില്ല. ഇത് ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇടുങ്ങിയ റോഡുകളും പാർക്കിംഗ് ഇല്ലാത്ത സൗകര്യങ്ങൾ ഒരു നഗരസഭയാക്കി മാറ്റിന്. എവിടെയെങ്കിലും ഒരു പാർക്കിംഗ്
അതിനൊരു 27 വർഷമല്ല 40ഓളം വർഷം ഭരിച്ച ഇടതുപക്ഷത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ബൈപ്പാസ് 38 വർഷമായി. മാഹി ബൈപ്പാസ് ഏത് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിന് സ്ഥലം എടുത്തിട്ട് 38 വർഷമായി. MLA അനാസ്ഥ കാരണം പൈസ വാങ്ങിച്ച കാട് പിടിച്ച് കിടക്കുക. അതിന്റെ ഉത്തരം ചോദിക്കട്ടെ. ബൈപ്പാസ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഈ ഹൈവേ വഴി പോകുന്ന വാഹനങ്ങൾ ദേശീയപാത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കപ്പെട്ട് ഭൂമി അക്വിസേഷൻ നടപ്പിലാക്കേണ്ടതാണ്. ബൈപ്പാസ് മാഹി ബൈപ്പാസ് തലശ്ശേരിക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ BJP ആണല്ലോ ഭരിക്കുന്നത്, ഹരിദാസിന്റെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. എപ്പോ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമല്ലോ. എന്താണ് ആ പദ്ധതിക്ക് വേണ്ടി എന്ത് പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും കേരളത്തിലെയും തലശ്ശേരിക്കാരുടെയും മലബാറിലെ പ്രത്യേകിച്ച് വിഷയങ്ങൾക്കകത്ത് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെ മാഹി വരെ മുഴപ്പിലങ്ങാട് മുതൽ മാഹി വരെ എക്വിസേഷൻ നടപടികൾ പൂർത്തിയാക്കി. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് 90% എക്വിസേഷൻ നടപടി പൂർത്തിയാക്കി ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് സംഖ്യ കൊടുത്തിട്ടുള്ളത്. മാഹിയിലെ 3-4 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ നടപടി പൂർത്തിയാകാതെ ഇപ്പോൾ നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിന് മാഹി പോണ്ടിച്ചേരി സംസ്ഥാന ഗവൺമെന്റ് ആവശ്യത്തിനനുസരിച്ച് പണം കൊടുക്കുന്നില്ല. നേരത്തെയുള്ള എംപിമാരെല്ലാം തികഞ്ഞ സമ്മർദ്ദവും ഇടപെടലും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും നല്ല നിലയിൽ പരിശ്രമം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ എംപിമാരെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നിരാഹാരംകരിക്കുകയോ പാർലമെന്റിൽ നിരാഹാരം കോൺഗ്രസിന്റെ എംപിമാരാണ് ഇതിനു വേണ്ടി നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരുന്നത്. പ്രത്യേകിച്ചിട്ട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞതിന് ശേഷം അതിന്റെ നടപടിക്രമങ്ങളെല്ലാം നീക്കുന്ന കാര്യത്തിൽ മുല്ലപ്പള്ളി വളരെ മുന്നിൽ തന്നെയുണ്ട്. മുല്ലപ്പള്ളി കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ബൈപ്പാസിന്റെ കാര്യം എന്തായി എന്ന്. അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞു. അത് താമസിയാതെ അതിന്റെ പണി ആരംഭിക്കും. മത്സരങ്ങൾ വരുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ എല്ലായിടത്തും സ്ഥാനാർത്ഥി SDP സ്ഥാനാർത്ഥി ഇതൊക്കെ കാണാം. പിന്നെ നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ ഓണവിപണിയിൽ മാർക്കറ്റിൽ വില കൂടിയപ്പോൾ സമരം ചെയ്ത ഒറ്റ പാർട്ടി SDP മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആരല്ലേ നിങ്ങൾ കാണിച്ച ഇവിടെ ധർണ നടത്തിയത്? വേറെ ആർക്കാ സാധിച്ചത്? കോൺഗ്രസ് പറഞ്ഞല്ലോ, കോൺഗ്രസ് പറഞ്ഞു നമ്മൾ വികസനത്തിന്റെ വലിയ ആളുകളാണ്. ഇവർ ഇതിൻ്റെ അപ്പുറം ഇവിടെ 27 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ എന്ത് പ്രതിപക്ഷ റോളാണ് ഇവർ സ്വീകരിക്കുന്നത്? ഇപ്പോൾ അവിടെ മത്സരിക്കേണ്ട ഒരു സഹോദരൻ ലത്തീഫ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം മത്സരിച്ച് ജയിച്ചു പോലെ അദ്ദേഹം വേറെ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു സമീപനം സ്വീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല. കാരണം ഇവരെ പ്രശ്നം വോട്ട് ചെയ്യും. തലശ്ശേരി ജനങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ. ചേട്ടാ എന്താ പേര്? ഒന്നും പറയാനില്ല ചേട്ടാ. രാഷ്ട്രീയം പറയാൻ കഴിയില്ല എന്നൊരു മാന്യനായ ഒരു ഹെഡ് മാസ്റ്റർമാരിയിരിക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്ററാണോ? അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. സത്യമായ ഒരു അഭിപ്രായമാണത്. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല. എന്താ പറയുക? പറയാനുള്ളത് ഇതാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് മനസ്സ് മടക്കുന്നുണ്ടോ? മടുത്തിട്ട് തന്നെയാണ് ഉള്ളത്. കുറെ വർഷമായിട്ടുള്ള മടുത്തിട്ട് തന്നെയാണ് ഉള്ളത്. പുതിയ രാഷ്ട്രീയ പാർട്ടികളെ പരീക്ഷിച്ചിട്ടും കാര്യം തോന്നുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും ആ താവി തന്നെയാണ് വിടാൻ തോന്നുന്നത്. കാരണം പിന്നെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യക്തിയെ നോക്കി എടുക്കണം. വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. അതാണ് നമ്മുടെ അഭിപ്രായം. എന്താണ് ഇവിടെ എല്ലാവരും കൂടി ഒരു അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് വേണ്ടി വീടാന്തരം കയറി പിരിവെടുത്തിന്. അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് ആ പൈസ ഇപ്പൊ ഏടെയുണ്ട്, ആരടിക്കുണ്ട്, ഏടെ സ്ഥലം കണ്ടിരുന്നു ആരും അറിയുന്നില്ല. അമ്മയും കുഞ്ഞിന്റെ കാശങ്കട പറയുന്നു. തീർച്ചയായും തലശ്ശേരി നഗരസഭയുടെ മുൻകൈയിൽ, തലശ്ശേരി ആശുപത്രിയുടെ മുൻകൈയിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ പൈസ ഇപ്പൊ സർക്കാരിന്റെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി ജില്ലാ കളക്ടറാണ് അതിന്റെ ചെയർമാൻ. ജില്ലാ കളക്ടർ ചെയർമാനായ കമ്മിറ്റിയുടെ പേരിൽ ജില്ലാ കളക്ടർ ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഇവിടെ തിളച്ചു പറയുന്ന രാഷ്ട്രീയമാണ് തലശ്ശേരിയെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രബുദ്ധരായ ജനങ്ങളാണ് തലശ്ശേരിയിലുള്ളതെന്ന് നമുക്കറിയാം. ഈ പ്രബുദ്ധത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ പാർട്ടികളും മുമ്പോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ കാത്തിരുന്ന് കാണാം. ബൈ. നമുക്ക് ഇവിടെ വോട്ടുകൾ അവസാനിക്കുന്നു. നമസ്കാരം.